കുഞ്ഞിൻ്റെ മുടിയൊക്കെ ഒരുപാട് വളർന്നു. അങ്ങനെ ഞങ്ങളിതേ ഇന്ന് മുടി വെട്ടാനായിട്ട് പോവുകയാണേ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനെടുക്കാൻ വേണ്ടി വാശി പിടിക്കവൻ. അങ്ങനെ ദേ നമ്മൾ കടയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവനിരിക്കാൻ വേണ്ടി അവർ 2 സീറ്റൊക്കെ അങ്ങ് പൊക്കി വെച്ച് കൊടുത്തേ. അപ്പോൾ അവൻ്റെ പൊക്കനുസരിച്ച് അവൻ ഇരിക്കാമല്ലോ. അങ്ങനെ ദേ മുടി വെട്ടാനൊക്കെ തുടങ്ങി. സാധാരണ പോലെ ഈ പ്രാവശ്യം വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. സാധാരണ പുള്ളി ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്, ഈ പ്രാവശ്യം പുള്ളി നല്ല കുട്ടിയായിട്ട് അങ്ങ് ഇരുന്ന് കൊടുത്ത്. ആ മുടി വെട്ടുന്ന ചേട്ടനാണെങ്കിലും അവനെ കളിപ്പിച്ചും അവൻ്റേതായ രീതിക്ക് അവനെ സമാധാനപ്പെടുത്തി കേട്ടോ മുടി വെട്ടിക്കൊടുത്തത്. അങ്ങനെ ദേ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ദേ വെട്ടിടണമെന്നൊക്കെ ചോദിച്ച് സൈഡിലൊരു ലൈനൊക്കെ ഇട്ടു. അപ്പോൾ ദേ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞേ. ഇതാണേ കുഞ്ഞിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അങ്ങനെ ദേ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ആ ചേട്ടന് ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്ത് കുഞ്ഞിന് ഇറങ്ങുവാണ്. ഞങ്ങൾ ഇറങ്ങി താഴെ ചെന്നപാട് ഇവൻ എൻ്റെ കൈ പിടിച്ച് ഇങ്ങോട്ടോ പോയി ഇങ്ങോട്ടാന്ന് മനസ്സിലായില്ല. പിന്നെയല്ലേ മനസ്സിലായത്, ഐസ്ക്രീം വാങ്ങാനായിരുന്നു. അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങളിതേ കുഞ്ഞിനെ പാടത്തിൻ്റെ അവിടെയൊക്കെ നിർത്തി കുറച്ച് നേരം കളിപ്പിച്ചു. അപ്പം ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.